ഇന്നലെ മാർക്കറ്റിൽ നമ്മൾ കണ്ടത് ഒരു ഗംഭീര റാലിയാണ് അല്ലേ, ഒരു വമ്പൻ കുതിച്ചുചാട്ടം. പക്ഷേ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം ഒന്നേയുള്ളൂ, ഈ മൊമെന്റം അതിന്നും തുടരുമോ? ശരി, നിഫ്റ്റി 50 തുറക്കുന്നതിന് മുൻപ് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വേഗത്തിലൊന്ന് നോക്കാം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാര്യങ്ങളിലേക്ക് കടക്കും മുൻപ് നമുക്ക് ഇന്നലത്തെ ചിത്രമൊന്ന് മനസ്സിലുറപ്പിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു സാധാരണ ദിവസമല്ലായിരുന്നു. മാസങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ഏകദിന മുന്നേറ്റങ്ങളിലൊന്നാണ് നമ്മൾ കണ്ടത്. മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഏകദേശം 26,205. ഇതൊരു ശരിക്കും ശ്രദ്ധേയമായൊരു പവർഫുൾ തിരിച്ചുവരവ് തന്നെയായിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ വലിയ മുന്നേറ്റം വന്നത് ഒരു ഇടിവിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് ഒരു പുതിയ മുന്നേറ്റത്തിന്റെ തുടക്കമാണോ, അതോ വെറുമൊരു താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നു ഇന്നലെ കണ്ടത്? അപ്പോൾ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ നമുക്ക് വിപണി തുറക്കുന്നതിനു മുമ്പുള്ള ആദ്യത്തെ സൂചനകളിലേക്കൊന്ന് കണ്ണോടിക്കാം. എന്തൊക്കെയാണ് ഈ രാവിലത്തെ സിഗ്നലുകൾ? കാര്യങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ? നോക്കൂ, ആദ്യത്തെ സൂചനകൾ തീർച്ചയായും ശുഭകരമാണ്. നിഫ്റ്റി ഒരു പോസിറ്റീവ് തുടക്കമാണ് കാണിക്കുന്നത്. നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. പിന്നെ ആഗോള വിപണികൾ നോക്കിയാലോ, ഏഷ്യൻ US മാർക്കറ്റുകളിൽ നിന്നും നല്ല വാർത്തകളാണ് വരുന്നത്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു നല്ല ഓപ്പണിംഗിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ശരി, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ശുഭാപ്തി വിശ്വാസം? എന്തൊക്കെയാണ് ഇതിന് പിന്നിലെ കാരണങ്ങൾ? നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇവിടെ നമ്മൾ കാണുന്നത് പല ഘടകങ്ങളുടെ ഒരു മിശ്രിതമാണ്. ഒന്ന്, പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷകൾ കൂടുന്നുണ്ട്. അതെപ്പോഴും വിപണിക്കൊരു ഉത്തേജനമാണ്. രണ്ട്, ഡിമാൻഡ് മെച്ചപ്പെടുന്നതിന്റെ സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പോരാത്തതിന് ഈ വാങ്ങൽ ഒന്നോ രണ്ടോ സെക്ടറുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. പകരം മാർക്കറ്റിന്റെ പല ഭാഗങ്ങളിലേക്കും അത് വ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം സ്വാഭാവികമായും വർദ്ധിക്കും. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ മുന്നേറ്റം ഒന്നോ രണ്ടോ വലിയ സ്റ്റോക്കുകളെ മാത്രം ആശ്രയിച്ചല്ല മുന്നോട്ടു പോകുന്നത്. പല മേഖലകളും ഒരുമിച്ചു വരുമ്പോൾ അതിനർത്ഥം ഈ റാലിക്ക് ശക്തമായ ഒരു അടിത്തറയുണ്ടെന്നാണ്. ഇത് വെറുതെ ഒരു ഉപരിപ്ലവമായ മുന്നേറ്റമല്ലെന്ന് ബുള്ളുകൾക്ക് ഉറപ്പുവരുന്നത് ഇവിടെയാണ്. പക്ഷേ കഥയ്ക്ക് എപ്പോഴും ഒരു മറുവശമുണ്ടാകുമല്ലോ. നമ്മളെപ്പോഴും ജാഗ്രത പാലിക്കണം. അപ്പോൾ ഈ നല്ല സാഹചര്യത്തെ മുഴുവൻ തകിടം മറിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ബെയറുകളുടെ ഭാഗത്തുനിന്നും ഒന്ന് ചിന്തിച്ചു നോക്കാം. ട്രേഡേഴ്സ് പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആഗോള വിപണികളിൽ നിന്ന് പെട്ടെന്നൊരു മോശം വാർത്ത വന്നാൽ ഇവിടത്തെ ഈ പോസിറ്റീവ് അന്തരീക്ഷം മുഴുവൻ മാറിമറിയാം. 2, മാർക്കറ്റ് തുറക്കുമ്പോൾ തന്നെ വലിയ ചാഞ്ചാട്ടമുണ്ടാകാം. ആ ആദ്യത്തെ മണിക്കൂറിലെ നേട്ടങ്ങൾ പെട്ടെന്നില്ലാതാകാനും സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമതായി, ഇത്രയും വലിയൊരു മുന്നേറ്റത്തിനു ശേഷം ആളുകൾ ലാഭമെടുക്കാൻ തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോ ഇതാണ് ഇന്നത്തെ വിപണിയുടെ ഒരു കാതൽ, ഒരു വടംവലി പോലെ. ഒരു വശത്ത് ശക്തമായ പോസിറ്റീവ് കാരണങ്ങൾ വിപണിയെ മുകളിലേക്ക് വലിക്കുന്നു. മറുവശത്ത് നമ്മളിപ്പോൾ പറഞ്ഞ അപകട സാധ്യതകൾ താഴേക്കും വലിക്കുന്നു. ഈ 2 ശക്തികളും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഇന്ന് മാർക്കറ്റിന്റെ ദിശ എങ്ങോട്ടായിരിക്കുമെന്ന് തീരുമാനിക്കുക. ഈ 2 വിപരീത ശക്തികളെയും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് ടെക്നിക്കൽ ലെവലുകൾ. ഇതിനെ എങ്ങനെ നമുക്കൊരു ഗെയിം പ്ലാനായി മാറ്റാൻ പറ്റും? മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ലെവൽ അല്ലെങ്കിൽ ഒരു ട്രിഗർ പോയിന്റ് ഏകദേശം 25,900 നിഫ്റ്റിക്ക് ഈയൊരു ലെവൽ ഭേദിച്ച് മുകളിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ നേട്ടങ്ങൾക്കുള്ളൊരു സൂചനയായിരിക്കും. കൂടുതൽ ആളുകൾ വാങ്ങാൻ വരും. ഇനി നേരെ മറിച്ച് താഴേക്ക് പോകുമ്പോഴോ? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 25,800. മാർക്കറ്റ് ഈ ഒരു നിലയ്ക്ക് താഴേക്ക് വീണാൽ അതൊരു മുന്നറിയിപ്പാണ്. ബുള്ളുകൾക്ക് ശക്തി കുറയുന്നു, വിൽക്കുന്നവർക്ക് മുൻതൂക്കം കിട്ടുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിരിക്കും അത്. അപ്പോൾ ഇന്നത്തെ കളി നടക്കുന്നത് ഈ 2 ലെവലുകൾക്കിടയിലായിരിക്കും. നിങ്ങൾ നോക്കൂ, 25,900 മുകളിലേക്കുള്ളൊരു തടസ്സവും 25,800 താഴേക്കുള്ളൊരു പ്രധാന സപ്പോർട്ടുമാണ്. ഈ ലെവലുകൾ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്നത്തെ മാർക്കറ്റിന്റെ ബാക്കി ഗതി. അപ്പോൾ മാർക്കറ്റ് തുറന്നാലുടൻ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. 1, ആദ്യത്തെ മണിക്കൂറിലെ ചാഞ്ചാട്ടം. അവിടെ നല്ല കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കാം. 2, അന്താരാഷ്ട്ര വിപണികളുടെ ട്രെൻഡ് എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. 3, ഇന്നലത്തെ ക്ലോസിംഗ് ആയ 26,205 താരതമ്യം ചെയ്യുമ്പോൾ നിഫ്റ്റി എവിടെയാണ് തുറക്കുന്നതെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയായിരിക്കും. ഇതൊക്കെ അന്നത്തെ ദിവസത്തെപ്പറ്റി ഒരു ഐഡിയ തരും.
അവസാനമായി ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യത്തിലേക്കാണ്. നിഫ്റ്റി അതിന്റെ എക്കാലത്തെ ഉയർന്ന നിലയ്ക്ക് അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു യഥാർത്ഥ ബ്രേക്കൌട്ടാണോ അതോ ഇതൊരു കെണിയാണോ, ഒരു ബുൾ ട്രാപ്പാണോ? ഇതിനുള്ള ഉത്തരം വിപണി തുറക്കുന്നതോടെ നമുക്ക് പതിയെ മനസ്സിലാവും. ശ്രദ്ധയോടെ ട്രേഡ് ചെയ്യുക.